സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ആസാദി ടി വിക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകിയ എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനുമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. ആസാദിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു പുതിയ ചാനൽ കൂടെ ഞങ്ങൾ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. ആസാദി വചനോത്സവം കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരാഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നുള്ള ദൈവദാസന്മാരുടെ വചനങ്ങൾ, പല ഭാഷയിലുള്ള വചനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു നല്ല ചാനലുണ്ടാകണം. ഈ ആഗ്രഹം കുറേ നാളായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചാനലിൻ്റെ തന്നെ വീഡിയോസ് ഇങ്ങനെ ഓടിച്ചു നോക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വീഡിയോയുടെ പേര് വചനോത്സവം എന്നായിരുന്നു. നേരത്തെ നമ്മുടെ ചർച്ചിൽ നടന്ന ഒരു കൺവെൻഷൻ്റെ പേരാണ് വചനോത്സവം. ആ കൺവെൻഷൻ അന്ന് കൊടുത്ത പേര്. അപ്പോൾ വചനോത്സവം എന്ന പേരിൽ ഒരു ചാനൽ തുടങ്ങണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുമ്പോൾ തന്നെയാണ് ആ പേര് പിന്നെയും എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ അതൊരു നിയോഗം പോലെ കണ്ടു, ഉറച്ചു തീരുമാനിച്ചു, ഒരു ചാനൽ പുതുതായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ വചനം സംസാരിക്കുന്ന വചനോത്സവത്തിൻ്റെ ഈ ചാനലിനെയും പ്രിയമുള്ള ദൈവമക്കളെല്ലാം രണ്ട് കരം നീട്ടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചാനൽ തുടങ്ങാനുള്ള മറ്റൊരു കാരണം, അതായത് നമുക്കറിയാമല്ലോ, ഈ കാലത്ത് ഈ യൂട്യൂബ് ചാനലുകളൊക്കെ പല വിധത്തിൽ പെട്ടെന്ന് ക്ലോസ് ആകുന്ന ഒരു അനുഭവമുണ്ട്. അതായത് ആളുകൾ റിപ്പോർട്ട് ചെയ്യുക, ചിലപ്പോൾ നമുക്കെതിരായിട്ട് ചിന്തിക്കുന്നവരുണ്ടാകാം, അവരുടേതാകുന്ന പ്രവർത്തനങ്ങൾ. അതുകൊണ്ടൊക്കെ ഏത് ചാനലും എപ്പം വേണമെങ്കിലും പൂട്ടിപ്പോകാം. അത് നമ്മളെന്തെങ്കിലും പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് തെറ്റിക്കുന്നത് കൊണ്ടാകണമെന്നില്ല. ഒരു തെറ്റായ ഒരു ഇൻഫർമേഷൻ്റെ പേരിൽ, ഒരു പക്ഷേ ഈ AI ഒക്കെയാണല്ലോ യൂട്യൂബ് ഉപയോഗിക്കുന്നത്, ആ AIക്ക് ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ കൊണ്ട് പോലും നമ്മുടെ ചാനലിന് അപകടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ചാനൽ എക്സ്ട്രാ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ ദിവസങ്ങളിൽ പല വളരെ പ്രമുഖരാകുന്ന മീഡിയ പ്രവർത്തകർ, ചാനലുകളൊക്കെ അവർക്കൊക്കെ എക്സ്ട്രാ ചാനലുകൾ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊന്ന് രവീഷ് കുമാർ എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധനാകുന്ന ഒരു ഹിന്ദി പത്രപ്രവർത്തകൻ. അദ്ദേഹം ഒരു പുതിയ ചാനൽ ആരംഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ പുതിയ ചാനലിൻ്റെ ആ ഒരു ട്രെയിലറിൻ്റെ അകത്ത് പറയുന്നത്, ഏത് ചാനലും, അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഏതാണ്ട് 6 മില്യണോളം ആളുകളുണ്ട്, 60 ലക്ഷം ആളുകളോളം സബ്സ്ക്രിപ്ഷനുള്ള ചാനലാണ്. പക്ഷേ ഏത് ചാനൽ എപ്പം വേണമെങ്കിലും പല കാരണങ്ങളാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ചാനൽ നമ്മുടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നമുക്കും തോന്നി അത് സേഫാണ്, ഒരു ചാനലിൽ കൂടെ നമ്മുടെ കയ്യിലുണ്ടാകണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വചനോത്സവത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് ആസാദിയുടെ പ്രവർത്തനങ്ങൾക്കൊരു അനുഗ്രഹമാകും. ആ വിധത്തിൽ ഈ ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ആസാദി മലയാളത്തിൽ മോർണിംഗ് ഡൂ എന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. പ്രഭാതത്തിലെ മഞ്ഞ് പോലെയാണ് വചനം എന്ന ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോർണിംഗ് ഡൂ പോലെ തന്നെ ഒരു പ്രോഗ്രാം നമ്മുടെ ഈ വചനോത്സവ ചാനലിലും ഉണ്ടാകും. അതിന് ഞങ്ങൾ തേൻതുള്ളികൾ എന്ന് പേര് കൊടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ യോനാഥാൻ യുദ്ധത്തിന് പോകുന്നൊരു രംഗമില്ലേ ഫെലിസ്തീർക്കെതിരെ. അപ്പോൾ അവന് ആ യുദ്ധത്തിന് പോകുമ്പോൾ അവൻ ഒരു തേനീച്ച കൂട്ടിൽ നിന്ന് തേൻ ഇറ്റി വീഴുന്ന ഒരു കാഴ്ച കണ്ടു. അതായത് തേനീച്ചക്കൂട്ടിനെ മറ്റേതോ പക്ഷിയോ മറ്റോ ആക്രമിച്ച് അതിൻ്റെ ആ ഒരു ഹണിക്കോമ്പ്, അതിനേറ്റ പരുക്കുകൊണ്ടാകാം അവിടെ നിന്ന് തേനിറ്റി വീഴുന്നത്. അപ്പോൾ അവൻ വടി നീട്ടി അതിൽ നിന്ന് തേൻകട്ട അടർത്തിയെടുത്ത് അവൻ ഭക്ഷിച്ചപ്പോൾ അവന് ബലം വന്നു, യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തി വന്നു. ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു പ്രേരണയുണ്ടായി. തേൻതുള്ളികൾ എന്ന പേരിൽ ആരെങ്കിലും ഒരു വചന പ്രോഗ്രാം തുടങ്ങുകയാണെങ്കിൽ അത് നല്ലതാണ്. ഞാനത് ചർച്ചിൽ അനൗൺസ് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വചനം സംസാരിക്കുന്നൊരു പ്രോഗ്രാം, ചെറിയ ചെറിയ വചനഭാഗങ്ങൾ പറയുന്ന പ്രോഗ്രാം തുടങ്ങണമെങ്കിൽ തേൻതുള്ളികൾ എന്ന പേരിൽ തുടങ്ങാം. ഞാൻ ആ ആശയം പറഞ്ഞിട്ടൊരു 3-4 ആഴ്ചയാകുന്നു. ആരും അത് തുടങ്ങിയതായി കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയ ഒരു പ്രേരണയായതുകൊണ്ട്, ഒരു ആഗ്രഹമായതുകൊണ്ട് ഈ നമ്മുടെ വചനോത്സവത്തിനകത്ത് തേൻതുള്ളികൾ എന്ന പേരിൽ ഒരു പ്രോഗ്രാം എല്ലാ ദിവസവും ചെറിയ ചെറിയ വചനം നമ്മളൊന്നിച്ച് ധ്യാനിക്കുന്നതായിരിക്കും. അത് അനുഗ്രഹമായിരിക്കും. കൂടാതെ മറ്റ് ദൈവദാസന്മാരുടെ വചനങ്ങളും നമ്മൾ ഈ പ്രോഗ്രാമിൽ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ഈ ഉദ്യമത്തെയും പ്രാർത്ഥനയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥന, സ്നേഹം, ഇതൊക്കെയാണ് ഞങ്ങൾ ആസാദി കുടുംബത്തിൻ്റെ ഏറ്റവും വിലമതിക്കുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.